അടുത്ത് എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു എനിക്കൊരു 4 കെട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര സ്ക്വയർ ഫീറ്റിൻ്റെ ബിൽഡിങ്ങാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു 2000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ്, എനിക്കൊരു 4 കെട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് തെറ്റുകളുണ്ട്. നമ്മൾ ഈ 4 കെട്ടിനെ കുറിച്ച് ചിന്തിക്കുന്നതിൽ ഒരുപാട് വിശ്വസിച്ച് വരുന്ന പല കാര്യങ്ങളും തെറ്റാണ്. വേറൊരു കാര്യം പറഞ്ഞു, ഇപ്പോൾ ഈ സോക്കോൾഡ് 4 കെട്ടുകൾ ഇവിടെ നിർമ്മിക്കുന്നത് പല 4 കെട്ടുകളും 4 കെട്ടുകളല്ല ശരിക്കും. അത് കോർട്ട്യാർഡ് ഹൗസസ് എന്ന രീതിയിൽ കൺസീവ് ചെയ്യുന്ന പുതിയ ആർക്കിടെക്ചർ സ്റ്റൈലുകളിൽ ചെയ്യുന്നതേ ഉള്ളൂ. അത് 4 കെട്ടിൻ്റെ യാതൊരുവിധ പ്രിൻസിപ്പിളും ഫോളോ ചെയ്യുന്നതല്ല പലരും ചെയ്യുന്നത്. ഹായ്, നമസ്കാരം. വാസ്തുവിദ്യത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്ത് എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു എനിക്കൊരു 4 കെട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര സ്ക്വയർ ഫീറ്റിൻ്റെ ബിൽഡിങ്ങാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു 2000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ്, എനിക്കൊരു 4 കെട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് തെറ്റുകളുണ്ട്. ഒരിക്കലും നമ്മൾ ഈ 4 കെട്ടിനെ കുറിച്ച് ചിന്തിക്കുന്നതിൽ ഒരുപാട് വിശ്വസിച്ച് വരുന്ന പല കാര്യങ്ങളും തെറ്റാണ്. കാര്യം 4 കെട്ടെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഏകശാല എന്ന് പറയുന്ന സംവിധാനത്തിലാണ് നമ്മളിപ്പോൾ വീടുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഏകശാല എന്ന് പറയുന്നത് ഏതാണ്ട് 3000 സ്ക്വയർ ഫീറ്റ് വരെ, 2900 മുതൽ 2900 സ്ക്വയർ ഫീറ്റ് വരെ വരുന്നത്. അത് 80 കോൽ 8 അങ്കുലം വരെയുള്ള കണക്കുകളിലാണ് നമ്മൾ ഏകശാല എന്ന് പറയുന്ന ബിൽഡിങ്ങുകൾ ചെയ്യുന്നത്. അപ്പോൾ ഏകശാലയുള്ള വീടുകൾ 3000 സ്ക്വയർ ഫീറ്റ് വരെ വരുമ്പോൾ അതിന് മുകളിലോട്ടുള്ളതിന് മാത്രമാണ് നമ്മൾ 4 കെട്ടിൻ്റെ ക്രൈറ്റീരിയയിലേക്ക് നമ്മൾ പോകുന്നത്. ഇനി വേറൊരു കാര്യം പറഞ്ഞു, ഇപ്പോൾ ഈ സോക്കോൾഡ് 4 കെട്ടുകൾ ഇവിടെ നിർമ്മിക്കുന്നത് പല 4 കെട്ടുകളും 4 കെട്ടുകളല്ല ശരിക്കും. അത് കോർട്ട്യാർഡ് ഹൗസസ് എന്ന രീതിയിൽ കൺസീവ് ചെയ്യുന്ന പുതിയ ആർക്കിടെക്ചർ സ്റ്റൈലുകളിൽ ചെയ്യുന്നതേ ഉള്ളൂ. അത് 4 കെട്ടിൻ്റെ യാതൊരുവിധ പ്രിൻസിപ്പിളും ഫോളോ ചെയ്യുന്നതല്ല പലരും ചെയ്യുന്നത്. കാര്യം 4 കെട്ടെന്ന് പറയുന്നത് വളരെ കൃത്യമായി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നൊരു കാര്യം. 4 കെട്ട് നമുക്കിപ്പോൾ കോർട്ട്യാർഡ് ഹൗസ് ചെയ്യാം, അകത്തളം അല്ലെങ്കിൽ അങ്കണമൊക്കെ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ അത് 4 കെട്ടെന്നുള്ള ഫോമിലേക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 4 കെട്ടിന് കൃത്യതയായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ പാലിക്കാതെ ഒരിക്കലും 4 കെട്ട് എന്ന് പറയുന്ന കാര്യം അറ്റംപ്റ്റ് ചെയ്യരുത്. 4 കെട്ടെന്ന് പറയുന്നതിനകത്ത് ഇപ്പോൾ 4 കെട്ടെന്ന് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 4 ഇൻഡിപെൻഡൻറ്റ് ഹൗസസ് എന്ന് വേണമെങ്കിൽ പറയാം. 4 വീടുകളുടെ 4 ശാലകളുടെ ചതുശാല എന്നാണ് നമ്മൾ വാസ്തുവിൽ അത് പറയുന്നത്. എല്ലാ പ്രാമാണിക ഗ്രന്ഥങ്ങളിലും 4 കെട്ടിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ മനുഷ്യാല ചന്ദ്രിക എടുത്താൽ അതിലും കാണാം, മയമതം എടുത്താൽ അതിലും കാണാം, സമരാംഗണ സൂത്രം എടുത്താൽ 256 കോമ്പിനേഷൻസിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് 4 കെട്ട്. 4 കെട്ട് തന്നെ ഈ ചതുശാലയിൽ പല ടൈപ്പ് ചതുശാലകളുണ്ട്. അതായത് ഈ ഭിന്നശാല, ശുദ്ധ ഭിന്നശാല, ശ്ലിഷ്ട ഭിന്നശാല, സംശ്ലിഷ്ട ഭിന്നശാല, ഇങ്ങനെ ഒരുപാട് കാറ്റഗറികൾ 4 കെട്ടിനുണ്ട്. ഏതാണ്ട് 9ഓളം കാറ്റഗറീസ് മനുഷ്യാല ചന്ദ്രിക ബേസ് ചെയ്തിട്ട് തന്നെ നമുക്ക് പറയാനൊക്കെ. അപ്പം നമ്മൾ അതിനെല്ലാം ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പലതും റൂഫിൻ്റെ പാറ്റേൺ, റൂഫ് എവിടെ കൊണ്ട് സന്ധി ചെയ്യണം, അതുപോലെ തന്നെ ഈ അന്തരാളം എന്ന് പറയും, ഈ വീടുകൾ തമ്മിലുള്ള ഗ്യാപ്പിന് അത് ഒരുപാട് വലുതാവാനോ ചെറുതാവാനോ പാടില്ല എന്നൊരു നിയമമുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ സൂത്രവണ്ണത്തിനെ പരിഗണിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെയൊക്കെ വീതി. ഇതൊരു വളരെ 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 കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ പ്രിൻസിപ്പിളിൽ വന്നിരിക്കുന്ന ഒരു കാര്യമാണ് ഈ 4 കെട്ട് എന്ന് പറയുന്നത്. ആ 4 കെട്ട് പലതരത്തിൽ ക്ഷത്രിയ ചതുശാല എന്നൊക്കെ പറയും. അതായത് രാജകൊട്ടാരങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന പോലത്തെ 4 കെട്ടുകൾ. ഈ 4 കെട്ടുകൾക്ക് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ദോഷങ്ങളിലേക്ക് പോകും. ഗുണങ്ങളെന്ന് പറയുന്നത് കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ ഗുണകരമായിട്ടുള്ള ഒരു ശാലാവ്യവസ്ഥിതി വേറെയില്ല. അപ്പോൾ അത്രയ്ക്ക് എല്ലാ പ്രിൻസിപ്പിൾസിനെയും ഓറിയൻറ്റ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ് ഈ 4 കെട്ട് എന്ന് പറയുന്നത്. അപ്പോൾ 4 കെട്ട്, അപ്പോൾ അതുകൊണ്ട് 4 കെട്ടുകൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചെയ്യുകയാണെങ്കിൽ ഇനിയൊരു കാലത്ത് എനിക്കറിയില്ല 4 കെട്ട് എത്രമാത്രം ആളുകൾ അറ്റംപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാര്യം അത് കുറേ സെക്യൂരിറ്റി പ്രോബ്ലംസൊക്കെ വേണമെങ്കിൽ വരാൻ പറ്റുന്ന രീതിയിലാണ് ഇതിനകത്ത് അതിൻ്റെ സ്ട്രക്ചർ ഇൻഡിപെൻഡൻ്റായിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഇതിനകത്ത് കണക്ടിവിറ്റി, ഇതിനകത്തേക്ക് ആക്സസ് ഒക്കെ പലയിടത്തുനിന്നും വരാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി 4 കെട്ടിൻ്റെ അഡാപ്റ്റേഷൻസ് നമുക്ക് ഈ 3000 സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിലോട്ടുള്ള വീടുകളിലേക്ക് 4 കെട്ടിനെ അതേപോലെ നമുക്ക് കോപ്പി ചെയ്ത് ചെയ്യാം. പക്ഷേ അവിടെ ഈ അന്തരാള വ്യവസ്ഥിതിയൊന്നും കാണില്ല. അല്ലാതെ തന്നെ കൃത്യതയോടുകൂടി നമുക്ക് 4 കെട്ടിൻ്റെ ഒരു അഡാപ്റ്റേഷനാണ് ഞാനീ പറയുന്നത്. അപ്പോൾ 4 കെട്ടെന്ന രീതിയിൽ നമ്മളതിനെ പറഞ്ഞ് ആ രീതിയിൽ അങ്ങനെ ഡിസൈൻ ചെയ്തെങ്കിൽ കൃത്യമായ 4 കെട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ കോർട്ട്യാർഡ് ഹൗസസ് തന്നെ. ഇപ്പോൾ അങ്കണം എന്ന് പറയുന്ന ദ്വജയോനിയിൽ കൊടുക്കണം എന്ന് പറയും. ദ്വജയോനി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകയോനി എന്ന് പറഞ്ഞ കണക്കുകളിൽ വേണം ഈ അങ്കണങ്ങൾ കൊടുക്കാനായിട്ട്. അതിൻ്റെ ഒരു അടിസ്ഥാന നിയമമാണ്. അതുപോലെ തന്നെ ദീർഘചതുരമായിട്ട് വേണം കൂടുതലും അങ്കണങ്ങൾ നമ്മൾ കൊടുക്കേണ്ടത്. ചെറിയൊരു വ്യത്യാസം മതി.
ഒരു അങ്കുലത്തിൻ്റെ വ്യത്യാസമാണെങ്കിലും മതി നീളവും വീതിയും തമ്മിൽ. പക്ഷേ കൃത്യതയോടുകൂടി അങ്ങനെ ചെയ്യണമെന്നാണ്, ഏകയോനി കണക്കിൽ ചെയ്യണമെന്നൊക്കെ ഒരുപാട് വ്യവസ്ഥ ഉണ്ട്. അപ്പം 4 ഘട്ടം അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 4 ഘട്ടം നമ്മൾ പറയുന്നത് തന്നെ 3000 സ്ക്വയർ ഫീറ്റിന് മുകളിലോട്ടുള്ള ഒരു കോമ്പിനേഷനെ മാത്രമാണ്. അല്ലാതെ 3000 സ്ക്വയർ ഫീറ്റ് വരെയും അല്ലെങ്കിൽ 2900 സ്ക്വയർ ഫീറ്റ്, ഞാൻ പലതും കണക്ക് നോക്കിയിട്ട് വരുമ്പോഴത്തേക്കും ഈ 2800, 2900 വരെയൊക്കെയാണ് ഇതിനകത്ത് കൂടുതൽ വരുന്നത്. അത്തരം വീടുകളെ നമ്മൾ ഏകശാലകളെന്ന് തന്നെയാണ് പറയുന്നത്. വാസ്തു നിയമങ്ങൾ കൃത്യമായി പാലിക്കുക, ഏകശാലകൾ നല്ല രീതിയിൽ നിർമ്മിച്ചെടുക്കുക. നമുക്ക് കോർട്ട്യാർഡ്സ് കൊണ്ടുവരാം. ഇപ്പോഴത്തെ ഒരു ആർക്കിടെക്ചറിൻ്റെ ഏറ്റവും വലിയൊരു എലിമെൻ്റാണ് ഈ കോർട്ട്യാർഡ് എന്ന് പറയുന്നത്. മെയിനായിട്ട് ഉദ്ദേശം എന്ന് പറയുന്നത് പ്രകാശം, സൂര്യപ്രകാശം അകത്തേക്ക് കൊണ്ടുവരും. പക്ഷേ സൂര്യപ്രകാശം കൊണ്ടുവരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡയറക്റ്റ് സൺലൈറ്റ് ഒരുപാട് വരുന്ന രീതിയിലല്ല നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. പർഗോള, ഇപ്പോൾ ഒരു സൂര്യപ്രകാശം കൊണ്ടുവരാനായിട്ട് ഒരു വീട്ടിൽ കുറേ പർഗോളാസ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് സാങ്കേതികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം ഡയറക്റ്റായിട്ട് വരുന്നതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂര്യപ്രകാശം ഏത് സമയത്ത് സൂര്യപ്രകാശം കൃത്യമായി വരുന്ന രീതിയിലാണ് നമ്മൾ കൂടുതലും ഈ പ്രഭാതത്തിൽ സൂര്യപ്രകാശം വീട്ടിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ് മെയിൻ ഇൻറ്റൻഷൻ. അതിനപ്പുറത്തേക്ക് ഡിഫ്യൂസ്ഡ് ആയിട്ടുള്ള ലൈറ്റ് വളരെ ക്രമീകരിച്ച് കൊണ്ട് വേണം നമ്മൾ അതിനകത്തോട്ട് കൊണ്ടുവരാൻ. ഇപ്പോൾ പലരും ബാത്റൂമിലൊക്കെ സൺലൈറ്റ് കൊണ്ടുവരുന്ന രീതിയിലേക്ക് വരയ്ക്കുന്നതൊക്കെ കാണാം. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ചില സമയങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാക്കും. അപ്പോൾ അത് വെളിച്ചം കൊണ്ടുവരാം, പക്ഷേ അതിനെ ഒരു കൃത്യമായി പ്ലേസിങ് ആയിട്ടുള്ള രീതിയിൽ വേണം വെളിച്ചം അകത്തോട്ട് കൊണ്ടുവരാം. അപ്പോൾ കൃത്യമായ ആർക്കിടെക്ചർ പ്ലാനിങ്ങിലൂടെ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരുപാട് പ്രകാശം വീട്ടിലേക്ക് കൊണ്ടുവന്നു, അതുകൊണ്ട് വീട് ഭയങ്കര പോസിറ്റീവാണ് എന്ന് ചിന്തിക്കുന്നതൊക്കെ തെറ്റാണ്. അങ്ങനെയല്ല. നമുക്ക് ഒരുപാട് പ്രകാശങ്ങൾ ചിലപ്പോൾ ഇറിറ്റേഷൻസ് ഉണ്ടാക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ സംസാരിച്ചുകൊണ്ട് എൻ്റെ ചുറ്റും ലൈറ്റുകളുണ്ട്. ലൈറ്റുകൾ എന്ന് പറയുന്നത് നമുക്കൊരു അത്ര ഒരു പ്ലസൻറ്റ് സംഭവമല്ല. മുഖത്തേക്ക് ലൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു സുഖകരമായ അവസ്ഥയല്ല. പക്ഷേ ക്യാമറയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളത് ചെയ്യുന്നു. പക്ഷേ അതുപോലെ തന്നെയാണ് വീടിനുള്ളിൽ പ്രകാശം വരുന്നത് നമ്മുടെ മൂഡിനെ ബാധിക്കുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. കോർട്ട്യാർഡായാലും 4 ഘട്ടമായാലും ഈ കോമ്പിനേഷൻസ് എല്ലാം കൃത്യമായി ചെയ്യണം. അപ്പോൾ 4 ഘട്ടങ്ങൾ ചെയ്യുന്ന സമയത്ത് ഓർക്കുക, 4 ഘട്ടങ്ങൾ കൃത്യതയോടുകൂടി ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ 4 ഘട്ടം ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്യാതിരിക്കുക. കൃത്യത പറഞ്ഞാൽ ഒരു വാസ്തു വിദഗ്ധനെ കൊണ്ട് കൃത്യമായി ഡിസൈൻ ചെയ്യിപ്പിച്ച് ചെയ്താൽ മാത്രമേ 4 ഘട്ടം ചെയ്യാവൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ നിങ്ങൾ എത്തുന്നവരെ നന്ദി, നമസ്കാരം.